ബീഹുൽ ഹാഫിലിൻ എന്ന കിതാബിൻ്റെ 216 പേജിൽ വിഡ്ഢികളുടെ 6 സ്വഭാവങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ സ്വഭാവം അൽ ഗളബു ഫി ഗൈരി ഷൈഇൻ, ഒരു ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കലഹം ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇത് വിഡ്ഢികളുടെ സ്വഭാവമാണ്. രണ്ടാമത്തെ സ്വഭാവം അൽ കലാമു ഫി ഗൈരി നഫ്ഇൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, ആർക്കും ഒരു ഗുണവുമില്ലാത്ത, ഒരു നന്മയുമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചത്. സംസാരം അധികരിക്കാൻ പാടില്ല. സംസാരം അധികരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് കാഠിന്യത ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ സ്വഭാവം പറഞ്ഞത് അൽ അതിയത്തു ഫി ഗൈരി മൗദിഇൻ, അനാവശ്യമായിട്ട് ധനം ചെലവഴിക്കുക, സമ്പത്ത് ദൂർത്തടിക്കുക, ദുർവിനിയോഗം ചെയ്യുക, ഇളാഅത്തുൽ മാൽ, പണം പാഴാക്കുക. ഇത് വിഡ്ഢികളുടെ സ്വഭാവമാണ്. നാലാമത്തെ സ്വഭാവം ഇഫ്ഷാ സിർരി ഇന്ദ കുല്ലി അഹദിൻ, എല്ലാവരോടും രഹസ്യങ്ങൾ പറയുക. എല്ലാവരോടും രഹസ്യം പറയാൻ പാടില്ല. വിശ്വസ്തരായ ആളുകളോട് മാത്രമേ രഹസ്യങ്ങൾ പറയാവൂ. നമുക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ടാകും, എല്ലാവരോടും പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഒരു സഹാബിയുണ്ട്. ഹുദൈഫത്തുൽ യമാൻ എന്നാണ് ആ സഹാബിയുടെ പേര്. നബിതങ്ങൾ തങ്ങളുടെ രഹസ്യങ്ങൾ ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമായിരുന്നുള്ളൂ. അഞ്ചാമത്തെ കാര്യം വൽ ഖാമിസു അസ്സിഖത്തു ബികുല്ലി ഇൻസാൻ, എല്ലാവരെയും വിശ്വസിക്കുക. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കാൻ പാടില്ല. എല്ലാവരെയും വിശ്വസിക്കുക എന്നുള്ളത് വിഡ്ഢികളുടെ സ്വഭാവമാണ്. ആറാമത്തെ കാര്യം അല്ലാ യഅരിഫ സദീഖഹു മിൻ അദുവ്വിഹി, ശത്രുവിൽ നിന്ന് മിത്രത്തെ അറിയാതിരിക്കുക. ഇത് ശത്രു ആരാണ്, മിത്രമാരാണ് എന്ന് തിരിച്ചറിയണം. ശത്രുവിൽ നിന്നും മിത്രത്തെ അറിയാതിരിക്കുക എന്നുള്ളത് വിഡ്ഢികളുടെ സ്വഭാവമാണ്. അള്ളാഹു ഈ 6 സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.